അതായത് കുറച്ച് ആളുകൾക്ക് മുമ്പ് കുട്ടികളുടെ താക്കോല് ഊരിയെടുത്തിട്ടുള്ള ഒരു സംഭവം കണ്ടിട്ടുണ്ടായിരുന്നു. ഗണേഷ് കുമാർ മോട്ടോർ വെഹിക്കിൾ ആക്ടുകൾ കൈകാര്യം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ ഓണറിൻ്റെ ലൈസൻസ് തന്നെ ക്യാൻസൽ ആക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ KSRTCയുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഹാൻഡിൽ ചെയ്യുന്ന ഒരാളാണ് ഗണേഷ് കുമാർ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ KL 15A1461 എന്ന് പറയുന്ന ഈ നമ്പറിൽ സ്പീഡ് വയലേഷൻ്റെ ഫൈൻ 2023 വന്നിട്ടുള്ളത് ഇതുവരെ അടച്ചിട്ടില്ല. പോരാത്തിന് ഒരു കാര്യം ചോദിക്കാനുള്ളത്, താങ്കളുടെ എംപ്ലോയീസിനെ ഈ സ്പീഡ് ലിമിറ്റും കാര്യങ്ങളും പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യാനും പ്രോപ്പറായിട്ട് താങ്കളുടെ എംപ്ലോയീസിനെ കോർഡിനേറ്റ് ചെയ്യാനും താങ്കൾക്ക് കഴിയുന്നില്ലേ? അതേപോലെ തന്നെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ പൊല്യൂഷൻ ടെസ്റ്റിൻ്റെ കാലാവധി കഴിഞ്ഞിട്ട് ഇപ്പോഴും നിരത്തിലോടിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനമാണ് KL 15A1183 എന്ന് പറയുന്നത്. പൊല്യൂഷൻ ടെസ്റ്റ് കഴിഞ്ഞിട്ട് നിരത്തിൽ ഈ വാഹനം ഓടുമ്പോൾ ഒന്ന് പ്രകൃതിക്ക് ഇത് ദോഷകരമാണ്. അതേപോലെ തന്നെ വണ്ടിയുടെ മൈലേജ് കുറയും. അതുമൂലം ജനങ്ങളുടെ ടാക്സിയിൽ നിന്ന് കൂടുതലും ഇന്ധനം അടിച്ചവരുടെ ഈ വണ്ടി ഓടുമ്പോൾ ജനങ്ങളുടെ ടാക്സിൽ അവിടെ നഷ്ടം വരുന്നില്ലേ? പ്രോപ്പറായിട്ട് കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് KSRTC വിജയിപ്പിക്കണമെന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് താങ്കൾ പറയുന്ന അതേ മോട്ടോർ വെഹിക്കിൾ ആക്ട് എന്ന് പറയുന്നത് പ്രോപ്പറായിട്ട് കൈകാര്യം ചെയ്യേണ്ടത് താങ്കളുടെ ചുമതലയാണെന്ന് പറഞ്ഞുകൊണ്ട് ബൈ. നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജനങ്ങളൊരു കാര്യം ഉപകാരം ചെയ്യുക. നിങ്ങൾ വീഡിയോയിൽ പകർത്തു. നിയമം KSRTCക്കും പ്രൈവറ്റ് ബസ്സുകാർക്കും ഒന്നും വേറെ പറയില്ല.